ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ 9ാം ക്ലാസ് മാത്സിനെ പറ്റി പേടിച്ചിരിക്കുകയാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. നിങ്ങൾ ഒന്നും അറിയാത്ത കുട്ടികളാണെങ്കിൽ പോലും ഈ വീഡിയോ കാണുക. ഇനി എല്ലാം അറിയുന്ന കുട്ടിയാണെങ്കിൽ ഈ വീഡിയോ കാണുക. കംപ്ലീറ്റ് കോൺസെപ്റ്റിൽ പറയാൻ പോകുന്നത് അത് വളരെ കുറഞ്ഞ മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ മാക്സിമം നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കുഞ്ഞു കമൻ്റ് എങ്കിലും അത് നിങ്ങൾ കൂടുതൽ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ഏറ്റവും വലിയ എനർജി എന്നത് നിങ്ങളുടെ കമൻസുകളാണ്. കൂടാതെ എല്ലാ 9ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മുടെ സൈലത്തിൻ്റെ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അസ്ത്ര ബാച്ചിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി ജോയിൻ ചെയ്യാം. സോ മക്കളെ, ഏറ്റവും ആദ്യത്തെ കാര്യം, ഈ ചാപ്റ്ററിൻ്റെ പേര് റിയൽ നമ്പേഴ്സ് അഥവാ രേഖീയ സംഖ്യകൾ എന്നാണ്. ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആദ്യത്തെ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു നമ്പർ ലൈൻ എടുത്തു, ഒരു സംഖ്യാരേഖ. ആ സംഖ്യാരേഖയിൽ നിന്നും ഈ കാണുന്നത് 0 എന്ന് പറഞ്ഞ നമ്പറാണ്, ഈ കാണുന്നത് 1 എന്ന് പറഞ്ഞ നമ്പറാണ്. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ 1.5 √2 ഒക്കെ വരാം കേട്ടോ. ഏത് നമ്പറും വരാം. ഇത് 2, ഇത് 3. ഞാൻ ജനറൽ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. -1, -2, -3. ഇതിൻ്റെ ഇഷ്ടംപോലെ നമ്പർ ഉണ്ട് കേട്ടോ. 0.1, 0.12 ഒക്കെ ഇതിൽ പെട്ടതാണ്. അപ്പം നിങ്ങളോട് പരീക്ഷ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ ആയിരിക്കും. 2 പോയിന്റുകൾ, ഏതെങ്കിലും 2 പോയിന്റുകൾ, ഇപ്പോൾ ഇവിടെയുള്ള പോയിന്റ് x1 എന്നും ഇവിടെയുള്ള പോയിന്റ് x2, എവിടെയുള്ള നമ്പർ ആയാലും കുഴപ്പമില്ല. 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അഥവാ അകലം കാണാൻ നിങ്ങളോട് ചോദിച്ചാൽ ഒരു പണിയില്ല. ഇത്രേ ഉള്ളൂ. x2 - x1 അല്ലെങ്കിൽ x1 - x2. അഥവാ ആ 2 നമ്പറും തമ്മിൽ അങ്ങ് കുറച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ -3 എന്ന് പറഞ്ഞ പോയിന്റ് 4 എന്ന് പറഞ്ഞ നമ്പറും ഡിസ്റ്റൻസ് കാണാൻ ഒരു പണിയില്ല. ഡിസ്റ്റൻസ് എന്താ, ഒന്നാമത്തെ നമ്പർ -3, രണ്ടാം നമ്പർ 4. അപ്പോൾ -3യിൽ നിന്ന് 4 അങ്ങ് കുറയ്ക്കുക. അപ്പോൾ കിട്ടും മോഡ് -7 എന്ന് കിട്ടും. എപ്പോഴും ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്കറിയാം ദൂരം എപ്പോഴും പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, അബ്സല്യൂട്ട് വാല്യൂ, കേവല വില എന്നൊക്കെ പറയും, ഈ മോഡ് വെച്ചിരുന്നത്. സോ മോഡ് -7 എന്ന് പറഞ്ഞതും 7 എന്ന് പറഞ്ഞതും സെയിം ആണ്. സോ ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, 7 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് ആണ്. രണ്ടാമത്തെ ഇതേ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചോദ്യം ഇങ്ങനെ ആയിരിക്കും. ഈ 2 പോയിന്റിന്റെ കറക്റ്റ് നടുവിൽ വരുന്ന നമ്പർ ഏതായിരിക്കും? x1ന്റെ x2ന്റെ കറക്റ്റ് നടുവിൽ. ഇതിപ്പോൾ 7 ആണ് ദൂരെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് 3.5, ഇവിടുന്ന് ഇങ്ങോട്ട് 3.5, കറക്റ്റ് നടുവിൽ വരുന്ന നമ്പർ ഏതായിരിക്കും എന്ന് ചോദിക്കാം. അപ്പം നടുവിലത്തെ മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു അല്ല, കാണാനുള്ള ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. 2 നമ്പറും തമ്മിൽ കൂട്ടുക, x1ഉം x2ഉം തമ്മിൽ കൂട്ടുക, പകുതി എടുക്കുക. ഇതാണ് ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ x1 എന്ന് പറയുന്നത് എത്ര നമുക്കറിയില്ല, x2 എന്ന് പറഞ്ഞത് അറിയില്ല. ഫോർ എക്സാമ്പിൾ ഇത് 2 ആണെന്ന് കൂട്ടിക്കോ. അപ്പൊ 2 തമ്മിൽ കൂട്ടുക, -3 + 4, അതിന്റെ പകുതി എടുക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 1/2 എന്ന് കിട്ടും. ഇത് വേണമെങ്കിൽ നെഗറ്റീവ് ഒക്കെ ആവാം കേട്ടോ. അപ്പം ഇത് 3 - 4 ആണെങ്കിൽ ഉത്തരം വേണമെങ്കിൽ നെഗറ്റീവ് ആവാം. അപ്പൊ മിഡ് പോയിന്റ് അഥവാ കറക്റ്റ് നടുവത്തെ നമ്പർ വേണമെങ്കിൽ എന്താവാം, നെഗറ്റീവ് ആവാം. ഫോർ എക്സാമ്പിൾ ഈ 2 നമ്പറിന്റെ നടുവുള്ള നമ്പർ ആരാ, -2 ആണ്, അത് നെഗറ്റീവ് അല്ലേ ആവാം. അപ്പോൾ ഇത് 2ആണ് ഏറ്റവും ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന 3 ചോദ്യങ്ങളാണ്. ഈ 3 ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ ഏകദേശം മൊത്തം കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇതിന്റെ അർത്ഥം, മീനിങ്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു x2 - x1 എന്ന് പറഞ്ഞു. x2 - x1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, x2വിൽ നിന്ന് x1ലേക്കുള്ള ദൂരം, ഡിസ്റ്റൻസ് ആണ് ഈ പറഞ്ഞത്. x1 - x2 ആണെങ്കിലും x1ൽ നിന്ന് x2ലേക്കുള്ള ദൂരം. അപ്പൊ ഈ കാണുന്ന ചോദ്യത്തിൽ മോഡ് x എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വളരെ സിമ്പിൾ ആണ്. എക്സിൽ നിന്ന് 0ലേക്കുള്ള ദൂരമാണ് തന്നിരിക്കുന്നത്. എക്സിൽ നിന്ന് 0ലേക്കുള്ള ദൂരം 3 ആണ്. അപ്പൊ എക്സിൽ നിന്ന് 0ലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് x ആണെന്ന് വിചാരിച്ചോ, ഇത് 0 ആണെന്ന് വിചാരിച്ചോ, ഇത് x ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും 3 ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും 3 ആണ്. അപ്പൊ എക്സിന് 2 ഉത്തരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 2 സ്ഥലത്തുള്ള ദൂരം സെയിം ആയതുകൊണ്ട് എക്സിന് 2 ഉത്തരങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ആൻസർ കാണാൻ ഒരു പണിയുമില്ല. ഇത് നേരെ മോഡൽ സേവ് ആക്കിയാൽ എക്സിന്റെ വില എത്രയാണ്, +3 വരും, അതേപോലെ -3 വരും. ഇത്രേ ഉള്ളൂ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ. അപ്പോൾ ഈ മോഡ് x = 5 ആണെങ്കിൽ ഇതിൻ്റെ ഉത്തരം +5 -5. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. മോഡ് x - 1 = 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സിൽ നിന്ന് 1ലേക്കുള്ള അകലം, എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 1ലേക്കുള്ള അകലം, ഇത് 1 ആണെന്ന് വിചാരിച്ചോ. എക്സ് വേണമെങ്കിൽ ഇവിടെയും വരാം, എക്സ് വേണമെങ്കിൽ ഇവിടെയും വരാം. അപ്പോൾ ഇവിടുന്ന് 1ലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 ആണ്. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നത്, 3. എക്സിന് 1ലേക്കുള്ള ദൂരം 3. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ആദ്യം x - 1 = +3 എന്ന് എഴുതുക, x - 1 = -3 എന്ന് എഴുതുക. 2 ഉത്തരങ്ങൾ ഉണ്ടാവും. ഈ -1ന് അങ്ങോട്ട് ഉണ്ടായാൽ എന്തായി, +1 ആയി. ഇപ്പം 3 + 1 4. ഈ -1 അങ്ങോട്ട് എന്തായി, +1 ആയി. അപ്പം -3 + 1 -2. അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരം എക്സിന് 2 ഉത്തരങ്ങളുണ്ട്, 4ഉം ഉണ്ട്, എക്സിന് അടുത്ത ഉത്തരം -2 ഉണ്ട്. ഇത് രണ്ടും ഇതിൻ്റെ ഉത്തരമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ടോപ്പിക് നിങ്ങൾ എല്ലാവരും ചോദിച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ആണ് ഈ കാണുന്നത്. മോഡ് x - 1 = മോഡ് x - 3. ഈ കാണുന്ന ടോപ്പിക്കിന്റെ അർത്ഥം എന്താ നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ അർത്ഥം എന്താണ്, മോഡ് x - 1 എന്ന് പറയുന്നതും മോഡ് x - 3 എന്ന് പറയുന്നതും ഈക്വൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം എത്രേ ഉള്ളൂ, എക്സിൽ നിന്ന് 1ലേക്കുള്ള ദൂരവും എക്സിൽ നിന്ന് 3ലേക്കുള്ള ദൂരവും സെയിം ആണ്. അപ്പൊ എക്സിൽ നിന്ന് 1ലേക്കുള്ള ദൂരവും എക്സിൽ നിന്ന് 3ലേക്കുള്ള ദൂരവും സെയിം ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ,
ഈ ദൂരം ഈ ദൂരം. അപ്പോൾ എക്സിന് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ, മിഡ് പോയിന്റാ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ഒരു പണിയില്ല. ഈ നമ്പറിന്റെ ഓപ്പോസിറ്റ് എടുക്കുക, ഈ നമ്പറിന്റെ ഓപ്പോസിറ്റ് എടുക്കുക, അത് രണ്ടും കൂടി കൂട്ടുക. 1ഉം 3ഉം ഓപ്പോസിറ്റ് എപ്പോഴും അതിന്റെ പകുതി, അതായത് മിഡ് പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. എക്സ് തന്നാൽ മിഡ് പോയിന്റ് ആയിരിക്കും. നേരത്തെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഇതിന്റെ അർത്ഥം x-1 = 3 എന്ന് പറഞ്ഞാൽ എന്താ? എക്സിൽ നിന്ന് 1ലേക്കുള്ള ദൂരം 3 ആണ്. എക്സിൽ നിന്ന് 1ലേക്കുള്ള ദൂരം ഇതാണ് 1 എന്ന് വിചാരിച്ചോ. ഇവിടെയും വേണമെങ്കിൽ എക്സ് വരാം, ഇവിടെയും വേണമെങ്കിൽ എക്സ് വരാം. അപ്പോൾ എക്സിൽ നിന്ന് 1ലേക്കുള്ള ദൂരം എന്നാൽ 2 എക്സുകൾ ഉണ്ടാവും. ഓക്കെ, എന്നാൽ ഈ കാണുന്ന ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സ് കറക്റ്റ് നടുവിലായിരിക്കും. അപ്പോൾ എക്സിന്റെ വാല്യൂ 3 ആണ്. 1 + 3/2 = 4/2 2 ആണ്. സോ ഇതാണ് ഈ കാണുന്ന ടോപ്പിക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം മക്കളെ. അത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. കൂടാതെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി ഇതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 ചോദ്യങ്ങൾ കാണിച്ചു തരാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് നോക്കാം. എക്സിന്റെ വില 4 ആണ്, വൈന്റെ വില -3 ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കണേ. എങ്കിൽ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എത്രയാണെന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് 4 ആണ്, മോഡ് വൈ എന്ന് പറഞ്ഞാൽ മോഡ് -3 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടുമെന്നാണ് ചോദ്യം. നമുക്കറിയാം മോഡ് 4 എന്ന് പറഞ്ഞാൽ 4 ആണ്, മോഡ് -3 എന്ന് പറഞ്ഞാൽ 3 ആണ്. കാരണം ഈ മോഡിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാലൊക്കെ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. സോ അതിന്റെ ഉത്തരം എത്രയാണ്? A ആണ്. അപ്പൊ മോഡ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആൻസർ എന്താ? മോഡ് എക്സ് പ്ലസ് വൈ എന്നാൽ 4 + -3 ആണ്. ദാറ്റ് ഈക്വൽ ടു 4 - 3 1. അപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യം ഇനി അടുത്തൊരു ചോദിക്കാം. റൈറ്റ് 2 ഡിഫറെന്റ് നമ്പേഴ്സ്, 2 ഡിഫറെന്റ് നമ്പർ എഴുതണം, എക്സും വൈയും. മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് വൈ. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ചെയ്തു. പക്ഷെ കിട്ടിയ ഉത്തരം എന്താണ്? 7ഉം. മോഡ് എക്സ് പ്ലസ് വൈ ചെയ്ത സമയത്ത് 1ഉം ആണ്. അത് രണ്ടും ഡിഫറെന്റാ. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? രണ്ടും ഈക്വൽ ആവണം. മക്കളെ ശ്രദ്ധിച്ചോളൂ. അങ്ങനെ 2 ഈക്വൽ ആണ്. 2 കണ്ടീഷനുള്ളൂ. ഒന്നെങ്കിൽ എക്സും വൈയും എന്തായിരിക്കണം? പോസിറ്റീവ് ആവണം. ഒന്നെങ്കിൽ എക്സിന്റെ വിലയും വൈന്റെ വിലയും പോസിറ്റീവ് ആവും. അപ്പോൾ ഏത് നമ്പർ എടുക്കാം? 5 y = 7 എടുത്ത് വിചാരിച്ചോ. അപ്പോൾ ഇതിന്റെ ഉത്തരം എത്ര? 5 + 7 = 12. ഇവിടെയോ 5 + 7 = 12. രണ്ടും സെയിം ആയ കണ്ടോ? സെയിം ആയില്ലേ? സെയിം അല്ല സെയിം കണ്ടോ? അപ്പോൾ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ സെയിമാ, രണ്ടും നെഗറ്റീവ് ആണെങ്കിലും സെയിമാ. രണ്ടും നെഗറ്റീവ്. നിങ്ങൾ എക്സ് നെഗറ്റീവ് എടുക്കുക, അപ്പോൾ -3. വൈയും നെഗറ്റീവ് എടുക്കുക, -7. അപ്പോൾ എന്ത് കിട്ടും? -3 + -7. മോഡ് -3 എന്ന് പറഞ്ഞാൽ 3 ആണ്, മോഡ് -7 എന്ന് പറഞ്ഞാൽ 7 ആണ്. സോ 3 + 7 = 10 ആണ്. മോഡ് ഓഫ് -3 - 7 എന്താ വരിക? മോഡ് ഓഫ് -3 - 7 ദാറ്റ് ഈക്വൽ ടു മോഡ് -10 ആണ്. ദാറ്റ് ഈക്വൽ ടു 10 ആണ്. അതും എന്താണ്? 10 ആണ് വരിക. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തേക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ രണ്ടിൽ ഏത് 2 ഈ കാണുന്നു ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എന്താണ് നല്ലതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒരു 8 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാം മക്കളെ. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ടഫ് ആയിട്ടുള്ള എല്ലാ മക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കൂടാതെ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ചാപ്റ്റർ ഏത് വേണമെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്ന പ്രതീക്ഷയോടുകൂടി ബൈ.